പശ്ചിമേഷ്യ സംഘർഷഭരിതമായി തുടരുകയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലും മറുഭാഗത്ത് ഹിസ്ബുള്ളയും ഹമാസുമായി പോരാട്ടം കനക്കുമ്പോൾ അവിടേക്ക് ഹിന്ദു ദൈവങ്ങളെ കൂടി വലിച്ചിഴക്കുകയാണ് ചിലർ. കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 26 അന്നാണ് നമ്മുടെ ജന്മാഷ്ടമി ആഘോഷം നടന്നത്. ആ ദിവസം തന്നെ ദ വയർ എന്ന് പറയുന്ന ആ ഓൺലൈൻ മാധ്യമം ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ലേഖനം US ആസ്ഥാനമായുള്ള ഹിന്ദുസ്ഥാൻ ഹ്യൂമൻ റൈറ്റ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുനിത വിശ്വനാഥിൻ്റെ ഒരു പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ലേഖനമാണ്. അതിൽ ഇങ്ങനെ പറയുന്നു: ഗാസയിൽ ഇപ്പോൾ നടക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരും അഭിമുഖീകരിച്ച അതേ വിഷയങ്ങൾ തന്നെയാണ്. ഹമാസാണ് ഇവിടെ പാണ്ഡവർ. അതായത് അധർമ്മത്തിൻ്റെ മേൽ ധർമ്മത്തിന് വിജയം കാണുന്നതിന് വേണ്ടി പോരാടുന്ന ഹമാസാണ്. അതുകൊണ്ട് തന്നെ ഈ ജന്മാഷ്ടമിയിൽ എല്ലാ ഹിന്ദുക്കളും ഹമാസിനെ പിന്തുണയ്ക്കണമെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ഏതായാലും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട ഭഗവാൻ കൃഷ്ണനാണോ ഈ ഹമാസ് എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നു. ഒക്ടോബർ 7 ഇസ്രയേലിൽ കടന്നുകയറി പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തുരിതരാ വെച്ച് കൊന്ന ഈ ഹമാസ് ഭീകരരെ പാണ്ഡവരും കൃഷ്ണനുമായൊക്കെ തുലനം ചെയ്തുകൊണ്ട് കഥയിറക്കുന്ന അല്ലെങ്കിൽ വാർത്ത ചമയ്ക്കുന്നവരുടെ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. ഏതായാലും കൗരവരെ ആ ലേഖനത്തിൽ പിന്നെയും പറയുന്നു, പാണ്ഡവരെ കൗരവർ ചതിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ പാണ്ഡവരെ അതിനെ അതിജീവിച്ച് കൗരവരെ കൊന്നൊടുക്കുകയായിരുന്നു. അതുപോലെയാണ് ഹമാസിൻ്റെ പ്രവർത്തനമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ വളരെ കൗതുകകരമായ ഒരു കാര്യം കൂടി അതിൽ പറയുന്നു. കൃഷ്ണൻ്റെ ദുഷ്ടനായ അമ്മാവൻ കംസനാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ തന്നെ ഈ കംസനായ ഇസ്രായേലിനെ കൊല്ലുമെന്നും ഈ ലേഖനം പറയുന്നു. ഏതായാലും ഒക്ടോബർ 7 നടത്തിയ കൂട്ടക്കുരുതി ഒരാളും മറക്കുവാനിടയില്ല. ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ട് ഹിന്ദു ദൈവങ്ങളെ അതിലേക്ക് വലിച്ചിഴയ്ക്കുകയും അവരുടെ പേര് ചാർത്തി വെള്ളപൂശാനുള്ള ശ്രമവും നല്ലതല്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.